ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, മാം നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. അൽഫിയ മാം സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ഞാൻ അപ്പോഴത്തേനൊരു ഇൻട്രോ പറയാം. ഓഡിബിൾ അല്ലേ എല്ലാവരും? ഹലോ ഹലോ, ഓഡിബിൾ അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ, എല്ലാവർക്കും സിജി സൺഡേ കരിയർ ആസ്ക് ഫ്രം ഹോമിലേക്ക് സ്വാഗതം. നമ്മള് 2 വീക്കായിട്ട് സൺഡേ കരിയർ ഇല്ലായിരുന്നു. എക്സാമും 10th +2 കുട്ടികൾക്ക് എക്സാം ആയതിനുകൊണ്ട് നമ്മൾ 2 വീക്ക് എക്സാം നടത്തിയതിനു ശേഷം നടക്കുന്ന സൺഡേ കരിയർ ആണ്. അപ്പം ഇന്ന് നമ്മൾ ചൂസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിസൈനിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ആർക്കിടെക്ചർ ഫീൽഡിലേക്കുള്ളതാണ്. ഡിസൈൻ യുവർ ഫ്യൂച്ചർ എക്സ്പ്ലോറിംഗ് ആർക്കിടെക്ചർ ആസ് എ കരിയർ എന്ന ടോപ്പിക് ബേസ് ചെയ്തിട്ട് നമ്മുടെ ടോപ്പിക് എടുക്കുന്നത് അൽഫിയ മൈൻ എന്ന് പറഞ്ഞ ആർക്കിടെക്ചറും അതുപോലെ ലീഡ്സ് ക്വാളിഫൈ ചെയ്ത യൂണിവേഴ്സിറ്റി ഓഫ് ബ്രൈറ്റൺ UK പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ആളിപ്പോൾ വർക്ക് ചെയ്യാണ്. അതിനെക്കുറിച്ച് മാം എന്നെ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരും. അപ്പൊ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സും മറ്റു കാര്യങ്ങളും എൻട്രൻസ് എക്സാമും ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ മാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരും. അപ്പോ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതായിട്ട് ഞാൻ മാമിനെയും അതുപോലെ മറ്റ് പാർട്ടിസിപ്പൻസിനെയും സ്വാഗതം ചെയ്യാണ്. Hello, am I audible? കേൾക്കാമോ? യെസ് കേൾക്കാം. Okay, thank you. Okay. For the introduction. Yes, I am Alfiya Mayin. ഞാൻ architect ആണ്. Currently ഞാൻ sustainability analyst and energy monitor ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ചെറിയൊരു പണിയുണ്ട്, സോ ഒക്കേഷണലി ചെറിയ ഉണ്ടാവും. Excuse me for that. So the session start ചെയ്യാം. Any doubts? Feel free to ask. So yeah, ഞാൻ architecture join ചെയ്തത് വേണ്ടിയാണ്. ലൈക്ക് സ്കൂളിംഗ് ഒക്കെ നടത്തുന്നതായിരുന്നു. And after that, as usual, everybody does. ഞാനും നാറ്റ എഴുതി ടീം വരച്ചിട്ട് I joined architecture. BR join ചെയ്തു in a college in Kerala itself. പക്ഷേ ലേറ്റർ സെക്കൻഡ് ഇയറിൽ ഞാനത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് UK മൂവ് ചെയ്യായിരുന്നു ടു പെർസ്യൂ ദ സെയിം. എന്നിട്ട് ഒരു ലാസ്റ്റ് ഇയർ ഐ കെയിം ബാക്ക്. ആൻഡ് ഇപ്പോൾ ഞാൻ സസ്റ്റൈനബിലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് റീസെൻ്റ്ലി ആണ്. ഇപ്പോൾ സസ്റ്റൈനബിൾ അനലിസ്റ്റായിട്ട് വർക്ക് ഫ്രം ഹോം ചെയ്യാണ്. സോ ആർക്കിടെക്ചർ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വുഡ് ബി ലൈക്ക് എന്താ ഇപ്പോൾ നമ്മൾ ആർക്കിടെക്ചറായിട്ട് യു വോണ്ട് ടു പെർസ്യൂ യുവർ കരിയർ ആസ് എൻ ആർക്കിടെക്ട് അല്ലെങ്കിൽ ആർക്കിടെക്ചറിൽ നിങ്ങൾക്ക് ഒരു കരിയർ പെർസ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ആർ എന്താ പറയുക +2 കഴിഞ്ഞിട്ട് വരാതെ നാട്ടിലാണ് നിങ്ങളത് പെർസ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മേജർലി 2 entrance exams ആണ് ഉള്ളത്. പക്ഷേ ലൈക്ക് വാട്ട് ഈസ് architecture? The most important question is why do you want to become an architect? അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലാണെങ്കിലും ത്രൂ ഔട്ട് ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് recurring question that you will be facing. എന്തുകൊണ്ടാണ് നിങ്ങൾ ആർക്കിടെക്ട് ആയത്? എന്തിനാണ് നിങ്ങൾ ആർക്കിടെക്ട് ചൂസ് ചെയ്തത്? You will occasionally ask yourself, okay, എന്തിനാണ് ഞാൻ ചൂസ് ചെയ്തത്? Well, it is a very demanding profession. എല്ലാ കരിയറും comes with certain challenges and demands. പക്ഷേ architecture could, I mean, if you are not adapted to the lifestyle that architecture demands, ഒരു ലൈക്ക് ഒരു ലൈഫ് കൺസ്യൂമിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓവർവെൽമിങ് ആയിട്ട് തോന്നാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ്. ലൈക്ക് നോട്ട് ടു സ്കെയർ യു, ബട്ട് യൂഷ്വലി ഇപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ക്വിറ്റിംഗ് റേറ്റ്സ് വളരെ കൂടുതലായിട്ടുള്ളൊരു പ്രൊഫഷനാണ്. ഫസ്റ്റ് ഇയറിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന ടൈമിലുള്ള സ്റ്റുഡൻസ് ഒരു ഹാഫ് സ്റ്റുഡൻസ് ഉണ്ടാവില്ലെന്ന് സെക്കൻഡ് ഇയറിലേക്ക് പോകുമ്പോൾ. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിഫോർ ചൂസിങ് ആർക്കിടെക്ചർ. It is very important that you understand what architecture is about. And നിങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് ഉള്ള ഡിമാൻഡ്സ് എന്തൊക്കെയായിരിക്കും അതിനകത്ത് വരുന്ന എന്താ പറയുക
ടോപ്പിക്സ് എന്തൊക്കെയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം ഡിമാൻഡിങ് ആണ്, എന്തുമാത്രം നിങ്ങളുടെ ടൈം ആൻഡ് എനർജി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, ആൻഡ് ഫ്യൂച്ചറിൽ നിങ്ങൾ ആസ് ഇൻ വെൻ യു പെർസ്യൂ ദിസ് ആസ് എ പ്രൊഫഷൻ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും പോസിബിൾ ഉണ്ടാവുന്ന ചാലഞ്ചസ്, നിങ്ങൾക്ക് എന്തുമാത്രം നിങ്ങൾ ഇതിൽ ലൈക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ it is very important to know what architecture is and what architecture demands. Uh, Basically, like in general, architecture is basically it is a science of, അല്ലെങ്കിൽ it is about mostly about built environment and built spaces. Okay. കുറച്ചും കൂടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അനാലിറ്റിക്കൽ കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർക്ക് പറ്റിയ പ്രൊഫഷനാണ്. ടെക്നിക്കൽ നോളജും ഇതിന് ആവശ്യമാണ്. കുറച്ചൊരു ഡിജിറ്റൽ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡിജിറ്റലൈസ്ഡ് ആണ്. ഇറ്റ് ഈസ് ഒരു 80% ഡിജിറ്റലൈസ്ഡ് ആണ്. പക്ഷേ എന്താ പറയുക, ട്രഡീഷണൽ ആയിട്ട് ടിപ്പിക്കലായിട്ട് ഹാൻഡ് ഓൺ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ലൈക്ക് സം വാട്ട് ഓഫ് ഡിജിറ്റൽ ഓർ ടെക്നിക്കൽ നോളജ്. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ എൻവയൺമെന്റൽ തിങ്കിങ്, സസ്റ്റൈനബിലിറ്റി എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ആർക്കിടെക്ചർ നിങ്ങൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് കോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ലെവൽ ഓഫ് തിങ്കിങ് ആണത്. ആൻഡ് വൺസ് നിങ്ങൾ ആർക്കിടെക്ചർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ബിക്കം ആൻ ആർക്കിടെക്ട്, urban planner, ഇന്റീരിയർ ഡിസൈൻ, ലാൻഡ്സ്കേപ്പ്. ദർ ആർ ലൈക്ക് മെനി. ഇപ്പം ആർക്കിടെക്ചർ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കിടെക്ട് മാത്രമല്ല, ദർ ആർ മെനി കരിയർ പോസിബിലിറ്റീസ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് യു ക്യാൻ ഗോ ഫോർ കോഴ്സ് ചെയ്തതിനു ശേഷം. സോ ഇൻ മൈ ഒപ്പീനിയൻ, ഐ മീൻ നമുക്കെപ്പോഴും എന്താ ഒരു ഫാസ്റ്റ് ഫോർവേഡ് ഒരു 5 years അല്ലെങ്കിൽ 10 years, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കോഴ്സ് ആകുമ്പോൾ നാട്ടിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 5 years ഓഫ് യുവർ ലൈഫ് പ്ലസ് ടു കഴിഞ്ഞിട്ട്. സോ ഇറ്റ് മൈറ്റ് ബി എ ബിറ്റ് ലൈക്ക് far-fetched. If I say you have to plan 5 വർഷം നിങ്ങൾ ആർക്കിടെക്ചർ പഠിച്ച് കഴിഞ്ഞിട്ട് ലൈക്ക് വാട്ട് ഈസ് യുവർ പ്ലാൻ എന്നുള്ളൊരു ഒരു എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ബിക്കോസ് ആർക്കിടെക്ചർ പഠിച്ച് കഴിഞ്ഞിട്ട് ആർക്കിടെക്റ്റ് ആയി ആൻഡ് വാട്ട് നെക്സ്റ്റ്, അല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ട് ഏതെങ്കിലും ഒരു ഫോമിൽ ഇന്റീരിയർ ആയിട്ട് കയറുക, അങ്ങനത്തെ ഒരു ലൈക്ക് ഒരു കോമൺ സിസ്റ്റം ഇപ്പോൾ അങ്ങനെ വർക്ക് ആവില്ല. ബിക്കോസ് ദ പ്രൊഫഷൻ ഈസ് വെരി വെരി നൊട്ടോറിയസ്ലി അണ്ടർ പെയ്ഡ്. ആൻഡ് നമ്മുടെ അതുപോലെ തന്നെ ഇപ്പോൾ AI അങ്ങനത്തെ ടേക്ക് ഓവറിങ് വരുന്നതുകൊണ്ട് ടിപ്പിക്കൽ ആർക്കിടെക്ട്സിന്റെ വാല്യൂ അല്ലെങ്കിൽ ടിപ്പിക്കൽ ആർക്കിടെക്ട്സിന്റെ നീഡ് കുറഞ്ഞു വരുന്നുണ്ട്. സീനിയർ ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ ഫേംസിലെ ആൾക്കാർ ദേ പ്രിവെയിൽ എപ്പോഴാണെങ്കിലും ദേ ഹാവ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ നമ്മൾ ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ആകുമ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ഫ്യൂച്ചർ ഹോൾഡ്സ് ഫോർ യു. ആർക്കിടെക്ട് എന്തിനാണ് ആർക്കിടെക്ട്, ദാറ്റ്സ് വെൻ ദ ക്വസ്റ്റ്യൻ ബിക്കംസ് റെലവന്റ്. ലൈക്ക് എന്തിനാണ് നിങ്ങൾ ആർക്കിടെക്ട് ആവുന്നത്, എന്തിനാണ് നിങ്ങൾ ആർക്കിടെക്ട് ചൂസ് ചെയ്തതെന്നുള്ളത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ. അപ്പം നിങ്ങൾക്ക് ഇഫ് യു ലൈക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു മോസ്റ്റ് പിള്ളേർ ആർക്കിടെക്ചർ ചൂസ് ചെയ്യുന്ന മെയിൻ റീസൺ ഓക്കെ എനിക്ക് മാത്ത് കേപ്പബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് വരയ്ക്കാൻ അറിയാം എന്നുള്ളൊരു ഇത് വെച്ചിട്ട്. എനിക്ക് കുറേ ആൾക്കാർ മോസ്റ്റ്ലി എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, പിള്ളേർ ആർക്കിടെക്ചർ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഐ മീൻ ദേ കം ടു മീ ഫോർ അഡ്വൈസ്. The common question they ask is, okay, വരയ്ക്കാൻ അറിയണോ അല്ലെങ്കിൽ മാത്സ് അറിയണമെന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് ഇറ്റ് ഈസ് വെരി ഇപ്പോൾ നമ്മൾ ഇഫ് യു വോണ്ട് ടു പെർസ്യൂ ആർക്കിടെക്ചർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ദ സ്കിൽ സെറ്റ് ദ കോഴ്സ് ഡിമാൻഡ്സ്. അല്ലേ, നിങ്ങൾ ഭയങ്കര വലിയ ആർട്ടിസ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഭയങ്കര മാത്ത് പ്രൊഡ്യൂസ് ആയിരിക്കണം എന്നുള്ളതല്ല. പക്ഷേ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നിങ്ങൾക്ക് ആർക്കിടെക്ചർ പെർസ്യൂ ചെയ്യണമെങ്കിൽ ദ സ്കിൽ സെറ്റ് ദാറ്റ് ഇറ്റ് ഡിമാൻഡ്സ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയണം, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു അനലിറ്റിക്കൽ മാത്തമാറ്റിക്സ് അറിയുക എന്നുള്ളതിനേക്കാളും ഒരു അനലിറ്റിക്കൽ കേപ്പബിലിറ്റി, നിങ്ങൾക്ക് പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവ്, ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടേഷണൽ സ്കിൽസ്. അപ്പോൾ ഡ്രോയിങ്ങിലാണെങ്കിലും ഒരുപാട് വലിയ ആർട്ടിസ്റ്റ് ആവണം എന്നുള്ളതല്ല, പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവ്, ടു സീ തിങ്സ് ഇൻ എ ഫ്രെയിം, ടു സീ തിങ്സ് ഇൻ എ പെർസ്പെക്റ്റീവ്, ഒരു വിഷ്വൽ ഇൻ്റലിജൻസ് ഉണ്ടാവുന്നത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ before stepping into like I want to pursue my architecture, it is very important to know what architecture holds for you in the future, and if you have, whether or not you have the skill set for to pursue architecture. ഞാനൊക്കെ ലൈക്ക് ഒരു 7th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് ആർക്കിടെക്ട് ആവണമെന്ന് പറഞ്ഞു വന്ന ആളാണ്. പക്ഷേ ഇറ്റ് വാസ് വെരി റാൻഡം. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ സ്കിൽസ്, ഐ വാസ് ഗുഡ് അറ്റ് ഡ്രോയിങ്, ഐ വാസ് ഗുഡ് അറ്റ് മാത്സ്. പക്ഷേ ഞാൻ ആർക്കിടെക്ചർ ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് is from a magazine. വീട് എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ ഉണ്ട് എൻ്റെ. ആ മാഗസിൻ കണ്ടിട്ട് അതിനകത്ത്
ഉള്ള ഭയങ്കര ആ ഒരു ലൈക്ക് എന്താ പറയാ ഭയങ്കര ഭംഗിയുള്ള ഇന്റീരിയേഴ്സ് ആൻഡ് ഭംഗിയുള്ള വീടുകൾ കണ്ടിട്ടാണ് ഫസ്റ്റ് ഞാൻ ആർക്കിടെക്ചർ കോഴ്സ് ചെയ്യുന്നത്. പക്ഷേ വെൽ ഇറ്റ് വർക്ക് ഔട്ട് ഫോർ മീ, പക്ഷേ ഇറ്റ് വുഡൻ വർക്ക് ഔട്ട് എവറി ടൈം. ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇന്റീരിയേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് ഇഷ്ടപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ യു ലൈക്ക് എന്താ കുറച്ച് ലക്ഷറി ഭയങ്കര ഭംഗിയുള്ള ഡിസൈൻസ് അല്ലെങ്കിൽ ഭംഗിയുള്ള വീടുകൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ആർക്കിടെക്ചർ ചൂസ് ചെയ്യുന്നുള്ളത് സാധനമല്ല. അതിന് ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞ വേറൊരു മേഖലയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇന്റീരിയർ ഡിസൈനിങ്ങിന് യൂസ് ചെയ്യുന്ന പ്രോപ്സ്, ഫോർ എക്സാമ്പിൾ ഡെസ്ക് അല്ലെങ്കിൽ സോഫ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടാണെങ്കിൽ ദർ ഈസ് അനദർ തിങ് ഫോർ പ്രൊഡക്റ്റ് ഡിസൈൻ. So before choosing the art as a profession, it's very important to know what you want. Okay, so on. Basic eligibility, and now ഇതെല്ലാം കഴിഞ്ഞിട്ട് you decide, yes, I want to pursue architecture as a profession. I want to go for BR. So നാട്ടിലാണ് നിങ്ങൾ ആർക്കിടെക്ചർ pursue ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ these are the basic eligibility criteria. +2 മാത്തമാറ്റിക്സ് മാൻഡേറ്ററി ആണ്. നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ കോഴ്സ് സബ്ജക്റ്റിൽ മാത്തമാറ്റിക്സ് എന്തായാലും വേണം. പിന്നെ മിനിമം 50% മാർക്ക്. ബിക്കോസ് അതെന്ന് പറയുന്നത് ബേസിക് ക്രൈറ്റീരിയ ആണ്. ലൈക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി വെച്ചിട്ട് ആ ഒരു സാധനം പ്രിഫർ ചെയ്യും. അല്ലെങ്കിൽ മാത്സിലെ ഡിപ്ലോമ, അല്ലെങ്കിൽ ചില ആൾക്കാർ ആർക്കിടെക്ചറിൽ തന്നെ ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്, 3 ഇയർ ആണ് അതും വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ബാച്ചിലേഴ്സ് പേഴ്സ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. So mathematics is very important, and if for 50% at least depends upon which college or university you will go in. So this is like the basic eligibility to pursue BR in India. Before getting into the entrances, entrance exam, നമുക്ക് നോക്കാം like ഇന്ത്യയിലുള്ള ടോപ്പ് ആർക്കിടെക്ചർ കോളേജസ്. ഓഫ് കോഴ്സ് ഇഫ് യു ആർ നിങ്ങൾ ആർക്കിടെക്ചർ കുറച്ച് നാളായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓഫ് കോഴ്സ് യു വുഡ് ഹാവ് ഹേർഡ് അബൌട്ട് സ്പാ, School of Planning and Architecture. It is one of the most prestigious institutions in India. Spark Delhi മാത്രമല്ല, we have more institutions throughout India, I believe. And yes, IIT Kharagpur, IIT Roorkee, and IIT Calicut. So നമുക്ക് ബേസിക്കലി എൻട്രൻസ് എക്സാംസ് നാറ്റ് ആൻഡ് ജെഇ ആർക്കിടെക്ചർ പേപ്പറാണ് വരുന്നത്. പക്ഷേ if you want to go to IIT Kharagpur or Roorkee, ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും റൈറ്റ് ഒരു എന്താ പറയുക ജെഇ അഡ്വാൻസ്ഡ് ക്വാളിഫൈ ആവണമെന്നുണ്ട് ആ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇൻ പർട്ടിക്കുലർ. അല്ലെങ്കിൽ AAT എന്ന് പറഞ്ഞിട്ടൊരു ഡിഫറെൻറ്റ് എക്സാം ഉണ്ട്, ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ക്വാളിഫൈ എയ്തർ ദാറ്റ് ഇഫ് യു വാണ്ട് ടു ഗോ ടു IIT Kharagpur or Roorkee. പക്ഷെ ബാക്കിയുള്ളതിനെല്ലാം മോസ്റ്റ്ലി നാറ്റ അല്ലെങ്കിൽ ജെഇ ആർക്കിടെക്ചർ പേപ്പറാണ് വരുന്നത്. പിന്നെ നാറ്റ സ്കൂൾസ് കൊണ്ട് മാത്രം നമുക്ക് പോകാൻ പറ്റുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട് ജെജെ കോളേജ് ഓഫ് ആർക്കിടെക്ചറൊക്കെ ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, ഐ തിങ്ക് ആർക്കിടെക്ചർ ഫെമിലിയർ ആണെങ്കിൽ യു വുഡ് ഹാവ് ഹേർഡ് അബൌട്ട് BV ദോഷി, പ്രിസ്കർ പ്രൈസ് വിന്നർ ആണ്. ലാസ്റ്റ് ഇയർ ആണ് ഹി പാസ്ഡ് അവേ. സോ ആൾക്ക് പഠിച്ചത് സോറി JJയിലാണ്. And yeah, these are the few prestigious colleges, prestigious universities that you can go for with your NATA score throughout India. Yes, okay. This is the main topic that we are going to cover today. Right? If you want to pursue architecture in India, there are two major pathways to enter these two. So you have to face either NATA or JEE main paper 2, as you have to choose either these two. Depends upon ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതനുസരിച്ച്. യു ക്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും എഴുതി നോക്കാം ടു ഹാവ് മോർ ഓപ്ഷൻസ്. സോ യെസ്, നാറ്റ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ ആൻഡ് JEE മെയിൻ പേപ്പർ 2. നാറ്റ കണ്ടക്ട് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. ആൻഡ് വൺസ് നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണ് ആർക്കിടെക്ചർ പാസ് ഔട്ട് ചെയ്താലും നിങ്ങൾക്ക് ആർക്കിടെക്ട് ലൈസൻസ് തരുന്നത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. യെസ്, നാറ്റ എന്ന് പറയുന്നത് ഞാൻ എഴുതിയത് നാറ്റയാണ്, ഞാൻ JEE എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നാറ്റ എഴുതിയത്. നാറ്റ കൂടുതലും ലൈക്ക് എന്താ പറയുക മാത്സ് ഒരു ഞാൻ 2019 മാത്സ് നാറ്റ എഴുതുന്നത്. ആ ടൈമിൽ എന്താ പറയുക ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ഒരു ഇയറിൽ. ഇപ്പം ഏകദേശം പാറ്റേൺ ലൈക്ക് എക്സാമിൻ്റെ സ്ട്രക്ചർ ആൻഡ് പാറ്റേൺ ഇപ്പോഴും റിലേറ്റീവ്ലി സെയിം ആണ്.
മാത്സ് ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും, അനാലിറ്റിക്സ് ഉണ്ടാവും, പിന്നെ എന്താ പറയുക, ആർക്കിടെക്ചർ GK ഉണ്ടാവും. ആൻഡ് അങ്ങനെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള എന്താ OMR പോലെ, നോട്ട് OMR, ലൈക്ക് മൾട്ടിപ്പിൾ ചോയ്സ്, യെസ്, മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ള ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ഉണ്ടാവും. അത് കൂടാണ്ട് ഒരു സെക്കൻഡ് പേപ്പർ, ലൈക്ക് ഒരു ഡ്രോയിങ് ക്വസ്റ്റ്യൻസ്. ഞാൻ എഴുതിയ സമയത്ത് 2 ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ആൻഡ് അതും ഉണ്ടാവും. സോ അങ്ങനെയാണ് നാറ്റയുടെ സ്ട്രക്ചർ വരുന്നത്. സോ നാറ്റ ബേസിക്കലി കുറച്ചും കൂടെ നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്, നിങ്ങൾക്ക് ലൈക്ക് എന്താ പറയുക, ഇതിന് നാച്ചുറൽ ആയിട്ട് വരുന്ന കുറച്ച് സ്കിൽ സെറ്റ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ. നിങ്ങളുടെ ഡ്രോയിങ് സ്കിൽസ്, നിങ്ങളുടെ വിഷ്വൽ പെർസെപ്ഷൻ, നിങ്ങളുടെ വിഷ്വൽ ഇന്റലിജൻസ്, അങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. മാത്സ് വരുന്നുണ്ടെങ്കിലും വളരെ ചെറിയ പോർഷൻ, 20% മാത്രമേ ഉള്ളൂ മാത്സ് വരുന്നുള്ളൂ. ബാക്കി മോസ്റ്റ്ലി നിങ്ങളുടെ ആ ഒരു തിങ്കിങ് കേപ്പബിലിറ്റിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമാണ് നാറ്റ. ജെ ആൻഡ് അറ്റ് ദ സെയിം ടൈം ജെ എന്ന് പറയുന്നത് നോർമൽ ഇതുപോലെ തന്നെ ഒരു ഡ്രോയിങ് പേപ്പർ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ജെ മോസ്റ്റ്ലി നിങ്ങളുടെ മാത്സ് കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടേഷണൽ സയന്റിഫിക് ആ ഒരു കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. നോർമൽ JEE പോലെ തന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള ഡെപ്ത് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇൻ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. PCM വരും, PCM ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഉണ്ടാവും. ആൻഡ് യെസ്, ഒരു ഡ്രോയിങ് പേപ്പർ ഉണ്ടാവും. പക്ഷേ ദിസ് ഇസ് ദ ലൈക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് ആൻഡ് JEE. പിന്നെ നാട്ടില് കേരളം നാറ്റ നിങ്ങൾ ക്വാളിഫൈ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നാറ്റയുടെ സ്കോഴ്സ് വെച്ചിട്ട് മാത്രം ത്രൂ ഔട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നാറ്റയുടെ സ്കോഴ്സിലോ നാറ്റയ്ക്ക് ലൈക്ക് എന്താ പറയുക, JEE ഉള്ള പോലെ കൗൺസിലിംഗ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. സോ യു ഹാവ് ടു അപ്ലൈ. നാറ്റയുടെ സ്കോഴ്സ് വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു അപ്ലൈ ഇൻഡിവിജ്വലി ടു വെദർ ഏത് യൂണിവേഴ്സിറ്റി ഓർ ഏത് കോളേജ് യു വാണ്ട് ടു. യു ഹാവ് ടു അപ്ലൈ ഇൻഡിവിജ്വലി ത്രൂ ഔട്ട് ഇന്ത്യ. അല്ലാണ്ട് നമ്മുടെ കേരളത്തിലുള്ള സിസ്റ്റം എന്ന് പറയുന്നത് കീമിന് യു ഹാവ് ടു രജിസ്റ്റർ. കീം എഴുതണ്ട എക്സാം, പക്ഷേ ടു രജിസ്റ്റർ ഫോർ കീം. ആർക്കിടെക്ചറിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ നാറ്റയുടെ സ്കോറും നിങ്ങളുടെ +2 സ്കോറും വെച്ചിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിന്റെ ബേസിലാണ് നമ്മൾ മറ്റേ സിംഗിൾ വിൻഡോ, നമ്മൾ +2 നമ്മൾ പോകുന്ന സിംഗിൾ വിൻഡോ സിസ്റ്റം പോലെ എന്താ അലോട്ട്മെന്റ് വന്നിട്ടാണ് നോർമൽ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സിസ്റ്റമാണുള്ളത്. പക്ഷെ നിങ്ങളിപ്പോൾ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ CIGI അല്ലെങ്കിൽ ജാമ്യ മില്ലിയ വേറെ കേരളത്തിൽ മീൻ ഔട്ട്സൈഡ് കേരള വേറെ യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അപ്ലൈ. അവരുടെ യൂണിവേഴ്സിറ്റി റിക്വയർമെന്റ്സ് വേറെ ഉണ്ടാവും. സോ യു ഹാവ് ടു ചെക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണ് യു ഗോയിങ് ഫോർ, അവരുടെ എലിജിബിലിറ്റി എന്താണ്, ആൻഡ് യു ഹാവ് ടു അപ്ലൈ ഇൻഡിവിജ്വലി വിത്ത് നാറ്റ. JEക്ക് യെസ് യു ഹാവ് കൗൺസിലിംഗ്, ആൻഡ് അത് ത്രൂ ആയിരിക്കും. വൺസ് യു ക്വാളിഫൈ, അത് ത്രൂ ആയിരിക്കും നിങ്ങളുടെ ബാക്കി ആപ്ലിക്കേഷൻ പ്രൊസീജിയർ വരുന്നത്. Yeah, as I have already mentioned, NATAD exam structure 200 മാർക്സ് വരുന്നത്. 2 പാർട്ടായിട്ടാണുള്ളത്, ഡ്രോയിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഡ്രോയിങ് 80 മാർക്സ് ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡ് 120 മാർക്സ് ഉണ്ടാവും. ഈ ആപ്റ്റിറ്റ്യൂഡിലാണ് ഈ മാത്ത്, പിന്നെ ഞാൻ പറഞ്ഞ GK, ആർക്കിടെക്ചർ ഒരു പാർട്ട് ഉണ്ടാവും. പിന്നെ ഈ ആപ്റ്റിറ്റ്യൂഡ് ബേസിക്കലി പറഞ്ഞ പോലെ പാറ്റേൺ റെക്കഗ്നീഷൻ ആണ് മെയിൻലി വരുന്നത്. മാർക്കിംഗ് ഇല്ല. ദാറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ദാറ്റ് യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. പിന്നെ ക്വാളിഫൈ ആവണമെങ്കിൽ യു നീഡ് അറ്റ്ലീസ്റ്റ് 70. പക്ഷേ ഐ തിങ്ക് ഇപ്പം നേരത്തെക്കാളും ഞാൻ പഠിച്ച ടൈമിലാണെങ്കിൽ 2019 ആ ടൈമിലാണെങ്കിൽ ഇറ്റ് വാസ് വെരി എന്താ കോമ്പറ്റേറ്റീവ്. ഇപ്പം നമുക്കൊരു ഡീസെൻറ്റ് ഒരു സേ ഒരു യു ഹാവ് 100 ഔട്ട് ഓഫ് 200 ആണെങ്കിലും ഇറ്റ് വാസ് വെരി ചാലഞ്ചിങ് ടു ഗെറ്റ് ഇൻ ടു എ ഡീസെൻറ്റ് കോളേജ്. യാ, പിന്നെ യെസ് ഓക്കെ, ഞാൻ എഴുതിയ ടൈം ഇറ്റ് വാസ് ഓൺലി 1 അറ്റംപ്റ്റ്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി യു ഹാവ് 3 അറ്റംപ്റ്റ്സ് ഇയർ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, അപ് ടു 3 അറ്റംപ്റ്റ്സ് വരെ ചെയ്യാം. അതിന് നിങ്ങളുടെ ബെസ്റ്റ് സ്കോർ ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഡിപ്പെൻഡ് ഓൺ കോളേജസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രസ്റ്റീജിയസ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ യെസ് എത്ര പ്രസ്റ്റീജിയസ് ആണ്, എത്രത്തോളം ഡിമാൻഡ് ആണ്, അതനുസരിച്ച് നിങ്ങളുടെ കട്ട് ഓഫ്സ് വെരി ചെയ്യും. സെപ്റ്റിലൊക്കെ ആണെങ്കിൽ 120 to 150+ ഒക്കെ ഉണ്ടാവും. ഐ മീൻ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു എ ഡീസെൻറ്റ് institution in India, it will be the best if you aim for around 150+, in my opinion. Okay.
നാട്ടിലാണെങ്കിലും നല്ല എന്താ പറയുക കോമ്പറ്റീഷൻ ഉണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ജെഇ മാർക്സ് വരുന്നത് ടോട്ടൽ 400 ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് മാത്തമാറ്റിക്സ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡ്രോയിങ്. ജെഇ മാത്രമല്ല, ലൈക്ക് എക്സാം പാർട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും. ജെഇക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, നാറ്റയ്ക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അത് ആസ് ഐ മെൻഷൻ, ജെഇയിൽ കുറച്ചും കൂടി നിങ്ങളുടെ മാത്തമാറ്റിക്കൽ കേപ്പബിലിറ്റീനെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. നാറ്റയിൽ അധികം ഒരു ഐ തിങ്ക് ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് എന്തോ ഉള്ളൂ. 10 ക്വസ്റ്റ്യൻസ് എന്തോ ഉള്ളൂ ആക്ച്വലി. ഞാൻ എഴുതിയ ടൈമിൽ മാത്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് +2 മാത്സ്, ബേസിക് മാത്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ജെഇ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ഹെവി ഓൺ മാത്സ്. സോ യു ഹാവ് ടു ബി പ്രിപ്പയർഡ്. ഈ 2 സെഷൻസ് ആയിട്ടാണ് ജെഇ ആർക്കിടെക്ചർ നടക്കുന്നത്. സിസ്റ്റമാണ്. ഇറ്റ് ഈസ് വെരി വെരി കോമ്പറ്റേറ്റീവ്. ഇതൊരു ജനറൽ കട്ടപ്പാണ്. ഇറ്റ് വേരീസ് ഓൺ ഓരോ വർഷം അനുസരിച്ച് അതിന്റെ ലൈക്ക് എന്താ എക്സാം ഹെവിനെസ് അനുസരിച്ച് ഇറ്റ് വേരീസ്. This is the basic qualifying marks and the qualifying stats percentage they expect you to have. പക്ഷേ ആസ് ഐ ഹവ് സെഡ്, ചിലപ്പോൾ നമ്മൾ ഇപ്പം എവിടെയെങ്കിലും കിട്ടിപ്പോവാന്നുള്ളൊരു ഐഡിയ അല്ല. ലൈക്ക് ഇപ്പൊ ഇത്രയും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വൈ യു ഹാവ് ടു ചൂസ് ആർക്കിടെക്ചർ എന്ന് അറിഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു നോ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്നതെന്ന് വെച്ചിട്ട് നിങ്ങളുടെ entire career in this field really literally depends upon where you study and what they teach you. So അതുകൊണ്ട് it is very important to plan in this is the institution. At least ഒരു ഒറ്റ ഒരു സാധനം ഫോക്കസ് ചെയ്ത് ചെയ്യാന്നല്ല. It is good to have at least like 5 or no maybe 10 institutions listed throughout India. And ഇപ്പൊ നിങ്ങളുടെ ടോപ്പ് 1 അങ്ങനെ up to 5 or to 10. എന്നിട്ട് ഓക്കെ അവിടെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ വാട്ട് ഈസ് ദ കട്ട് ഓഫ്, ലൈക്ക് ഏത് എക്സാം ആണ് എഴുതുന്നത്, വാട്ട് ഈസ് ദ കട്ട് ഓഫ്. ഇപ്പൊ നിങ്ങൾ +2 കുട്ടികളാണെങ്കിൽ +2 ഇപ്പൊ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ടിരിക്കുന്ന ടൈം ആയിരിക്കുമല്ലോ. ഇനിയിപ്പോ ബട്ട് യെസ്, എത്രയായിരിക്കും നിങ്ങൾക്ക് +2 വാട്ട് പെർസെൻറ്റേജ് ആർ യു ഷുഡ് ബി എയിമിംഗ് ഫോർ എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇഫ് യു പ്ലാൻ ലൈക്ക് ദാറ്റ് ഇറ്റ് വിൽ ബി വെരി കൺവീനിയൻറ്റ്. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഏതെങ്കിലും കിട്ടുന്ന കോളേജിൽ പോകേണ്ട വന്നു കഴിഞ്ഞാൽ it won't be ideal in every cases. So it is very ideal to plan. So yeah, once you have നമ്മളിപ്പം പറഞ്ഞു വരുന്ന ഒരു ഇതില് you have chosen architecture as your profession and you have decided which entrance exam that you want to appear for, and you also have an idea about which institution that you're going to go. So after all that, once you get into the course, what does the course has for you? Yeah, നമ്മുടെ നാട്ടില് ആർക്കിടെക്ചർ 5 years ആണ്. ആൻഡ് കുറച്ച് മോസ്റ്റ്ലി ചില ഏഷ്യൻ കൺട്രീസിലും ഐ തിങ്ക് ഇറ്റ് ഈസ് 5 years. ചൈന, കൊറിയ, ജപ്പാനിലൊക്കെ 5 years ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ UK പഠിച്ചപ്പോൾ ഇറ്റ് ഈസ് 3 years. ബാച്ചിലേഴ്സ് എന്ന് പറയുന്നത് 3 years ആണ്. മോസ്റ്റ് യൂണിവേഴ്സിറ്റീസിലും ബാച്ചിലേഴ്സ് 3 years ആണ്. ആൻഡ് 1 year or 2 year മാസ്റ്റേഴ്സ് ആണ് വരുന്നത്. ആൻഡ് ഈ ഇൻറ്റിഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമും ഉണ്ടാവും. UK ലൊക്കെ ഉണ്ടായിരുന്നു 5 years മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ആവുന്ന പ്രോഗ്രാംസ്. സോ കോഴ്സ് സ്ട്രക്ചർ ബേസിക്കലി ഇപ്പോൾ ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇസ് വെരി ജനറൽ പോയിന്റ് ഓഫ് വ്യൂ. അതായത് ഈ കോഴ്സിൽ നിങ്ങൾ എവിടെ പഠിച്ചാലും these were the things that you would be facing, you would be dealing. Architecture design, building construction, structure, environmental studies, urban design, പിന്നെ സോഫ്റ്റ്വെയർ. നേരത്തെ ഞാൻ പഠിച്ച ടൈമിൽ സോ ഓക്കെ ഐ വിൽ ഗീവ് യു, ഞാൻ നാട്ടിൽ ഒരു 3 സെമിസ്റ്റേഴ്സ് അറ്റൻഡ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് UK പോയിട്ട് ബാക്കി പേഴ്സിങ്. സോ ഐ ഹാവ് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പീരിയൻസ് ബോത്ത് ഇന്ത്യൻ സിസ്റ്റം ആൻഡ് എന്താ യൂറോപ്യൻ സിസ്റ്റം. സോ ആ രണ്ടും ഒരുപാട് കോഴ്സ് സ്ട്രക്ചർ ആണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വരുന്ന സബ്ജക്ട്സ് ഇസ് കൈൻഡ് ഓഫ് സിമിലർ, പക്ഷേ the system is entirely different. So I'll walk you through both. Obviously, if you ask me which one is better, I would
certainly say the European one is better, but the Indian ones have its own advantages. So, okay, for example, നാട്ടില് I had ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോൾ in my first year I had നമുക്ക് രണ്ട് സെമിസ്റ്ററിലാണ് സെമിസ്റ്റർ ഫസ്റ്റ് ഇയർ സെമിസ്റ്റർ 1 and semester 2. So throughout first year I had six subjects. 6 സബ്ജക്ട് ക്ലാസ്സസ് ഉണ്ട്. അതെന്ന് പറയുമ്പം ദാറ്റ് ഇൻക്ലൂഡഡ് മാത്സ്, സ്ട്രക്ചർ ഡിസൈൻ എന്ന് പറയുമ്പം ബിൽഡിംഗ് ഫിസിക്സ് ആണ്. സ്ട്രെസ് സ്ട്രെയിൻ അങ്ങനത്തെ ടോപ്പിക്സ് വരുന്നത്. പിന്നെ ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു. അതുപോലെ ഗ്രാഫിക്സ് പറയുമ്പോൾ ലൈക്ക് പെർസ്പെക്റ്റീവ് ഡ്രോയിങ്സ് ആണ് വിത്ത് എന്താ പറയുക കമ്പ്യൂട്ടർ, അതായത് മാത്തമാറ്റിക്സും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ഡ്രോയിങ്സ് ആണ്. അതും ഡിജിറ്റലൈസ്ഡ് അല്ല, അതായത് ഫുൾ ഹാൻഡ് ഡ്രോൺ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ വി ഹാഡ് തിയറി ഓഫ് ഡിസൈൻ, അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ഡിസൈൻ. അങ്ങനെ ലൈക്ക് ഒരു അറൌണ്ട് 6 സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. ഈ 6 സബ്ജക്ട്സിനും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ് ഉണ്ടാവും. ആൻഡ് ഫസ്റ്റ് ഇയറിൽ നിന്ന് സെക്കൻഡ് ഇയറിലേക്ക് ക്വാളിഫൈ ആവണമെങ്കിൽ യു ആർ എക്സ്പെക്റ്റഡ് ടു പാസ് ഫോർ ഓൾ ദി 6 എക്സാംസ്. ഓക്കെ, ഇത് കൂടാണ്ട് ഇതുപോലെ തന്നെ ഇതിനേക്കാളും ആക്ച്വലി മച്ച് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ എന്ന് പറയുന്നത് സ്റ്റുഡിയോ സെഷൻസ് ആണ്. എനിക്ക് 2 സ്റ്റുഡിയോ സെഷൻ ഉണ്ടാവും. ഒന്ന് ആർക്കിടെക്ചറിൻ്റെയും പിന്നെ BMT എന്ന് പറഞ്ഞിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽ ടെക്നോളജി. സോ അതിനകത്താണ് ഈ നമ്മുടെ മോഡൽസ് ഉണ്ടാക്കുന്നത്. നമ്മൾ പിന്നെ എന്താ പറയുക, അതിനാണ് നമുക്ക് ജൂറി ഉണ്ടാകുന്നത്. മറ്റേതിന് എക്സാം ആണെങ്കിൽ ഇതിന് നമ്മൾ ജൂറി നമ്മളൊക്കെ വി ഹാവ് ഒരു സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ വിൽ ബി ഗിവൻ വിത്ത് എന്താ പറയുക മൾട്ടിപ്പിൾ ഡിസൈൻ പ്രോബ്ലംസ്. നമ്മളത് സോൾവ് ചെയ്ത് നമ്മളതിന് ഷീറ്റ്സ് ഉണ്ടാക്കി നമ്മളതിന് മോഡൽസ് ഉണ്ടാക്കി ഡിസൈൻ സൊല്യൂഷൻ ഉണ്ടാക്കി അത് നമ്മളൊരു എക്സ്റ്റേണൽ ജൂററിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ ഇതിന് വിൽ ബി മാർക്ക്. ആൻഡ് നെക്സ്റ്റ് സെമിസ്റ്ററിലേക്ക് പോകണമെങ്കിലും നെക്സ്റ്റ് ഇയറിലേക്ക് പോകണമെങ്കിലും ഈ 2 സ്റ്റുഡിയോസും പ്ലസ് ഈ 6 എക്സാംസ് നിങ്ങൾ ക്വാളിഫൈ ആവണം. സോ എനിക്കൊക്കെ മൺഡേ ടു ഫ്രൈഡേ ഒബ്വിയസ്ലി മോർണിംഗ് ടു ഈവനിങ് ക്ലാസ്സസ് ഉണ്ട്. അത് കൂടാതെ ഞാനൊക്കെ സ്റ്റുഡിയോ സ്റ്റുഡിയോസ് ക്ലോസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ല. 9 മണി 8 മണിക്കൊക്കെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുന്ന സിസ്റ്റമുണ്ട്. എക്സാം സമയമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച്. സോറി. പക്ഷേ സോ അതൊന്ന് ലൈക്ക് അപ്പം വാട്ട് ഐ മീൻ ബൈ ദാറ്റ് ഇസ് സ്ട്രക്ചേർഡ് ആണ്. ലൈക്ക് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇറ്റ് ക്യാൻ ബി വെരി എക്സോസ്റ്റിംഗ്. ലൈക്ക് നല്ല ഡിമാൻഡിങ് ആണ്. ഒരുപാട് കണ്ടന്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് റിയലി ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങൾ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സ് അനുസരിച്ചിരിക്കും ഹൗ നിങ്ങൾ ഈ എന്താ പറയുക ഈ കരിക്കലും ഒക്കെ പാസ്സായിട്ട് പോകുന്നത് എങ്ങനെയാണ്. ഞാൻ UK പോയപ്പോൾ UK സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സെമിസ്റ്ററിൽ ആകെ 2 മൊഡ്യൂളേ ഉണ്ടാവുള്ളൂ. അത് ഒന്ന് ആർക്കിടെക്ചർ മൊഡ്യൂളും പിന്നെ ഒന്ന് ഏതെങ്കിലും ലൈക്ക് ഓരോ സെമിസ്റ്ററിലും പല ഇതായിരുന്നു. ഫസ്റ്റ് സെമിസ്റ്ററിൽ നമുക്ക് ആർക്കിടെക്ചർ ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. സെക്കൻഡ് സെമിസ്റ്ററിൽ ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇതിനകത്തെന്ന് പറയുന്നത് എക്സാംസ് എന്നുള്ള സിസ്റ്റം ഇല്ല അവിടെ. ത്രൂ ഔട്ട് നിങ്ങളുടെ 3 ഇയേഴ്സിൽ നിങ്ങൾക്ക് എക്സാംസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആസ് നമ്മുടെ നേരത്തെ ആർക്കിടെക്ചർ സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ആർക്കിടെക്ചർ സ്റ്റുഡിയോയ്ക്ക് ജൂറി ഉണ്ട്. പക്ഷേ സെക്കൻഡ് മൊഡ്യൂൾ ഇപ്പം സബ്ജക്റ്റിന് എന്തെങ്കിലും എസ്സേ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻസ് അങ്ങനത്തെ ഒരു സീരീസ് ഓഫ് മാർക്കിംഗ് ആയിരിക്കും ഉണ്ടാവുക. എക്സാംസ് ഇല്ല. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് എല്ലാ സെമിസ്റ്ററിലും എല്ലാ ഇയറിലും കോമൺ ആയിട്ടുള്ള സാധനമായിരുന്നു മാൻഡേറ്ററി ആയിട്ട് പഠിക്കേണ്ടതായിരുന്നു സോഫ്റ്റ്വെയർസ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാൻ സെക്കൻഡ് ഇയറിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴും സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫോർത്ത് സെമിസ്റ്ററിലാണ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അതുവരെ നമ്മൾ ലൈക്ക് ഫസ്റ്റ് ഇയറിലൊക്കെ ലാപ്ടോപ്സ് അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഫുൾ ഹാൻഡ് ഡ്രോൺ ആൻഡ് എന്താ നമ്മൾ മാനുവലായിട്ട് ഷീറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പുറത്തങ്ങനെ ഉണ്ടായിരുന്നില്ല. പുറത്ത് ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് ഫുൾ മോസ്റ്റ്ലി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആൻഡ് നമ്മൾ മോഡേൺ ആണെങ്കിൽ പോലും ദേ ഹാഡ് വെരി എക്യുപ്ഡ് സിസ്റ്റംസ് ആൻഡ് വെരി എക്യുപ്ഡ് ടെക്നോളജീസ് ടു ഹെൽപ്പ്. നമ്മൾ മാനുവലായിട്ടൊന്ന് മെഷർ ചെയ്ത് കട്ട് ചെയ്ത് വെക്കുന്ന സിസ്റ്റമിനെക്കാളും നമുക്കൊരു CAD ഡ്രോയിങ് നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്ലാൻ അനുസരിച്ച് നമ്മുടെ ബോർഡ് കട്ട് ചെയ്ത് തരുന്നത് അങ്ങനത്തെ കട്ടിങ് മെഷീൻ അങ്ങനത്തെ കുറച്ച് വളരെ ടെക്നിക്കലായിട്ടുള്ള കുറച്ചുകൂടെ നമ്മുടെ വർക്ക് ഈസി ആക്കുന്ന സാധനം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഒരുപാട് കണ്ടന്റോട് കൂടിയുള്ള ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആൻഡ് ഇത്രയും ലെസ് കണ്ടന്റോട് കൂടിയുള്ള യൂറോപ്യൻ എഡ്യൂക്കേഷനകത്ത്
ഞാൻ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത് ഈ യൂറോപ്യൻ എഡ്യൂക്കേഷനകത്തുനിന്നാണ്. ബിക്കോസ് അവിടെ വരുന്നത് ലൈക്ക് ഈ ഒരുപാട് ഇൻഫർമേഷൻ ബൊമ്പാർഡ് ചെയ്യാണ്ട് ഇപ്പൊ എനിക്ക് ക്ലാസ്സസ് ആണെങ്കിലും വീക്ക്ലി 2 days ഫുൾ ഐ മീൻ മോർണിംഗ് ടു ഈവനിങ് സ്റ്റുഡിയോസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ദിവസം എന്താ പറയാ ഈ എക്സ്ട്രാ മൊഡ്യൂളിന്റെ ക്ലാസ് ഉണ്ടാവും. അത് മോർണിംഗ് മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു ദിവസം എന്താ ഈ സോഫ്റ്റ്വെയർസിന്റെ ക്ലാസ്സസ് ഉണ്ടാവും. അതും മോർണിംഗ് ടു ആഫ്റ്റർനൂൺ വരെ ഉണ്ടാവും. ബാക്കിയുള്ള ടൈം യു ആർ ഫ്രീ ടു വർക്ക്. സ്റ്റുഡിയോസ് ഓൾവേസ് ഓപ്പൺ ആണ്. ആൻഡ് ബാക്കിയുള്ള സമയത്ത് യു ആർ വർക്കിംഗ് ബൈ യുവർ സെൽഫ്. സോ അതുപോലെ തന്നെ എന്താ ഒരു പ്രൊജക്റ്റ് നമ്മളെടുത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ദ വേ ദേ അപ്രീഷിയേറ്റ് യു, ദ വേ ദേ ടേക്ക് യു ത്രൂ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി സ്റ്റഡി. നമ്മുടെ നാട്ടിൽ നമുക്ക് ഡെഡ് ലൈൻ ഉണ്ടെങ്കിൽ യു ആർ എക്സ്പെക്ടഡ് ടു ഫോളോ ഇറ്റ് വെദർ യു ആർ ലിറ്ററലി സിക്ക് ഇൻ ബെഡ് ഓർ നോട്ട്. നമുക്ക് നമ്മളെ ഡെഡ് ലൈൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് മിസ്ഡ് ഇറ്റ്. യു ഐ മീൻ പേഴ്സണലി ഐ ഹാവ് നെവർ സീൻ ലൈക്ക് നമുക്കൊരു എന്താ പറയുക റീസബ്മിറ്റ് ചെയ്യാനുള്ള സെക്കൻഡ് ചാൻസ് കിട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പുറത്തിറങ്ങുന്ന സമയത്ത് ലൈക്ക് സിസ്റ്റം നിങ്ങൾക്ക് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇത് വരികയാണെങ്കിൽ ഡെഡ് ലൈൻ നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യു ക്യാൻ അപ്ലൈ ഫോർ ആൻ എക്സ്റ്റൻഷൻ, അല്ലെങ്കിൽ യു ക്യാൻ അപ്ലൈ ഫോർ എ റീസബ്മിഷൻ. അതുപോലെ തന്നെ ദേ ഹാഡ് ആർക്കിടെക്ചർ മാത്രമല്ല എല്ലാ കോഴ്സുകൾക്കും ദേ ഹാഡ് ആൻ ഇൻ ഹൗസ് കൗൺസിലർ. ഇറ്റ് ഈസ് നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര യൂട്ടോപ്യൻ ആയിട്ട് തോന്നാം അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്. കോളേജസിലൊക്കെ ഐ തിങ്ക് ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ ഉണ്ടാവും ലൈക്ക് കൗൺസിലർ. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ എന്താ പറയാ ഹൗ ദേ ഐ മീൻ ഹൗ യൂസ്ഫുൾ ഇറ്റ്, എന്തുമാത്രം അതിന്റെ അഡ്വാൻറ്റേജ് നമ്മളത് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. ഈ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ ക്യാബിനിൽ ആൾ എപ്പോഴും അവൈലബിൾ ആണ്. എന്ന് നമ്മുടെ പേഴ്സണൽ ആയിട്ടാണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫ് ഒബ്വിയസ്ലി അഫക്ട് ഓഫ് കോഴ്സ്. സോ യു ക്യാൻ ഗോ ടു ഹർ ആൻഡ് ടെൽ ദം ഐ ആം ഹാവിങ് എ ഹാർഡ് ടൈം. അങ്ങനെയാണെങ്കിൽ ദേ ടോക്ക് ടു ദ പ്രൊഫസേഴ്സ് ആൻഡ് ദേ ആക്ച്വലി ഹെൽപ്പ് യു ത്രൂ ഇറ്റ്. ഞങ്ങളുടെ നാട്ടിലെ ലൈക്ക് ഐ മീൻ സിസ്റ്റം വെച്ചിട്ട് ലൈക്ക് എന്താ പറയാ, ഇഫ് ദേ ഡോണ്ട് ലൈക്ക് യുവർ ഷീറ്റ് ദേ ലിറ്ററലി സ്ക്രിബിൾ ഓൺ യുവർ ഷീറ്റ്. ഞാൻ ഇപ്പൊ പേഴ്സണലി എന്താ പറയാ ഈ മോഡൽസ് വലിച്ചെറിയുന്ന അല്ലെങ്കിൽ ഷീറ്റ് വലിച്ചു കയറുന്ന ശരീരങ്ങളൊക്കെ കടന്നു പോയിട്ടുള്ള ആളാണ്. ദേ ലിറ്ററലി എംബാരസ് യു സോ മച്ച്. പക്ഷേ like abroad they were being really polite. I think it's more like a system in a cardinal, it is more like about people. They were being really polite. Professors ആണെങ്കിലും നമുക്ക് if there is a mistake they always make sure that they compliment something. എന്തെങ്കിലുമൊക്കെ അവർ കോംപ്ലിമെന്റ് ചെയ്യാൻ കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കും they would you know എന്താ പറയാ ഒരു നമ്മുടെ ഒരു മിസ്റ്റേക്ക് പറയുന്നത്. ആൻഡ് they would give suggestions. So there is a room for growth. ഞാൻ ആർക്കിടെക്ചർ നാട്ടിലെ ക്വിറ്റ് ചെയ്ത് അബ്രോഡിൽ പോകാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ദിസ് ഇസ് ബിക്കോസ് എന്താ പറയുക ലൈക്ക് ഞാൻ പേഴ്സണലി 7th തൊട്ട് ആർക്കിടെക്ട് ആവണമെന്ന് ആഗ്രഹിച്ച് ഒരു അത്രയും സീരിയസ്ലി ആ ഒരു പ്രൊഫഷനിൽ കണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ ലൈക്ക് പ്രോജക്ട്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡിസൈൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലിറ്ററലി ടു പ്ലീസ് ദ ട്യൂട്ടേഴ്സ്. ഒരു ടൈം ആകുമ്പോൾ നമുക്കറിയാം ലൈക്ക് വാട്ട് ദേ ലൈക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് മാർക്ക് കിട്ടുന്നത്. സോ it became like to more than ഞാൻ personally architect ആയിട്ട് ഗ്രോ ചെയ്യുന്നേക്കാട്ടിലും it was as if like I just want to pass the semester, like I just want to please the tutors or something. So that's it. പക്ഷേ ഇതിപ്പം like it is these are like advantages and disadvantages, but that doesn't mean abroad education എപ്പോഴും ഒരു ബെസ്റ്റ് ഐഡിയ ആയിരിക്കണമെന്നില്ല. I completed my education and I came back. പക്ഷേ education is very important, very good, പക്ഷേ that doesn't equally mean like എന്താ പറയുക pursuing a profession, like pursuing a career there is also ideal. അവിടെ പഠിച്ചതുകൊണ്ട് എനിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായി. ഞാൻ ഉദ്ദേശിച്ച സാധനം ഉണ്ടായിരുന്നത് അവിടെയാണ്. പക്ഷേ ഐ റെസ്പെക്ട് നമ്മൾ നാട്ടിൽ എൻ്റെ ഒപ്പം പഠിച്ചു വന്ന കുട്ടികളെ ക്വിറ്റ് ചെയ്യാണ്ട് അവർ ക്യാരി ഓൺ ചെയ്തതിൽ ഐ അപ്രീഷിയേറ്റ് വെരി മച്ച്. പക്ഷേ സോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ബിഗിനിങ്ങിൽ പറഞ്ഞ കാര്യത്തിന് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ദാറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് വാട്ട് യു ലുക്കിംഗ് ഫോർ. അപ്പം പുറത്ത് ഞാൻ പോയി പഠിച്ചു. ഐ ലേൺ അ ലോട്ട് അബൌട്ട് കുറച്ചും കൂടെ എന്താ പറയുക ഈ സ്റ്റുഡിയോ വരുമ്പോൾ എന്താ പറയുക ക്ലാസ് റൂമിൽ ഇരുന്ന ഒരു ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഇൻറ്ററാക്റ്റീവ് ആയിരുന്നു. കുറേ ഫ്രീക്വൻ്റ്ലി സൈറ്റ്സിലൊക്കെ പോയി അല്ലെങ്കിൽ ഇൻ പേഴ്സൺ നമ്മൾ കൺസ്ട്രക്ഷനൊക്കെ കുറച്ചും കൂടെ കണ്ടിട്ട് കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ ഇൻറ്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് there was a room to learn and grow.
അങ്ങനത്തെ ഒരു സിസ്റ്റമായിരുന്നു. പക്ഷേ റീസൺ ദാറ്റ് ഐ കെയിം ബാക്ക് ഇസ് ബിക്കോസ് obviously there is കൺട്രിയുടെ പ്രശ്നങ്ങളുണ്ട്. അതല്ലാണ്ട് എനിക്ക് ഈ റേസിസം അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ഒരു ഫ്യൂച്ചർ നമ്മളൊരു കരിയർ ഒരു സ്ഥലത്ത് പേഴ്സ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ എന്തുമാത്രം പോസിബിൾ ആണ്. ഇപ്പോഴത്തെ ഈ ഫസ്റ്റ് ഇയർ നിൽക്കുന്ന ഒരു സാധനമല്ല. ഇപ്പം എനിക്ക് നമ്മൾ ഒരു UK വിസ സ്റ്റുഡൻറ് വിസ എടുത്ത് നിങ്ങൾ പുറത്ത് പഠിക്കാൻ പോവുകയാണെങ്കിൽ യു ഹാവ് ലൈക്ക് 2 years സ്റ്റേ ബാക്ക്. അപ്പോൾ ആ 2 years നിന്നിട്ട് ലെറ്റ് സി വാട്ട് അങ്ങനെ ഒരു സാധനമല്ല. ലൈക്ക് ഒരു നെക്സ്റ്റ് 5 yearsന് വാട്ട് എവർ യു ഗോയിങ് ഫോർ അതിന് എന്താണ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഡസ് ഇറ്റ് ഹാവ് എ ഫ്യൂച്ചർ, വാട്ട് ഇറ്റ് ഹോൾഡ്സ് ഫോർ യു. ആ ഒരു സംഭവം മനസ്സിലാക്കിയിട്ട് യു ഹാവ് ടു ടേക്ക് എ സ്റ്റെപ്പ്. എല്ലാവരും ചെയ്യും. ഞാൻ UK വന്ന് പഠിച്ചതുകൊണ്ട് ഞാൻ UK തന്നെ വർക്ക് ചെയ്യണം എന്നുള്ള സാധനമല്ല. ആൻഡ് me personally coming back was the best decision that I did. Of course I miss my friends there. Of course I miss the lifestyle that I had there. പക്ഷേ ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ പൊസിഷൻ സസ്റ്റൈനബിലിറ്റി. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സസ്റ്റൈനബിലിറ്റിയിലാണ്. ദാറ്റ് ഈസ് നെക്സ്റ്റ് ജനറേഷൻ. ഇപ്പം നമ്മൾ ഇപ്പം സംസാരിച്ച് വരുമ്പോൾ അതിനകത്തേക്ക് കടക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു എന്താ ആർക്കിടെക്ചറിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ക്ലൈമറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സെനറിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആ ഒരു ഞാൻ ആർക്കിടെക്ട് ആവണം എന്നുള്ളൊരു ഐഡിയ അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് എന്തെന്നുള്ളൊരു സാധനം എനിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഐ ന്യൂ ലൈക്ക് സിമ്പിൾ ഡിസൈനിങ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം അല്ല. സോ ഐ കെയിം ബാക്ക്, ഐ ടുക്ക് മൈ ടൈം ആൻഡ് ഐ ഫിഗർ ഔട്ട് വാട്ട് ഇത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഈവൻ പുറത്താണെങ്കിൽ ഇത് സെനറി സെയിം. ലൈക്ക് നിങ്ങൾ വൺസ് ആർക്കിടെക്ചർ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞിട്ട് യു ആർ സപ്പോസ് യു ആർ എക്സ്പെക്റ്റഡ് ടു വർക്ക് ആസ് എൻ ഇന്റേൺ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നാട്ടിലായാലും പുറത്താണേലും വി ആർ വെരി നോട്ടോറിയസ്ലി അണ്ടർ പെയ്ഡ്. ദി എക്സ്പെക്ട് യു ലൈക്ക് മിനിമം ഒരു 2 years എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞിട്ടാണ് നോർമലി ആൾക്കാർക്ക് ഫുൾ ടൈം ജോബ് കൊടുക്കുക. സോ നിങ്ങൾക്ക് എന്താ പറയുക ഡിസൈനിങ് പേഴ്സ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ആർക്കിടെക്ചർ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യെസ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദാറ്റ്. ആ ഒരു റൗട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആർക്കിടെക്ചറിനകത്ത് തന്നെ ഒരുപാട് ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റീരിയർ ഡിസൈൻ പർട്ടിക്കുലർലി പഠിക്കാം, ഫ്രണ്ട് ഡിസൈൻ പഠിക്കാം, അല്ലെങ്കിൽ ഈ സസ്റ്റൈനബിലിറ്റി ഒരു ലെവലിലേക്ക് പോവാം. അപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക AI ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് ഈ സോഫ്റ്റ്വെയർസ് AI ഡ്രിവൺ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. സോ അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്ക് ലാഭിക്കാം. ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ പ്ലാൻസ് ഡ്രോയിങ്സ് എല്ലാം നമ്മൾ ഡിജിറ്റലിലാണ് ചെയ്യുക. So അതിന് it is very time consuming and it requires patience and you complete commitment. So ഇപ്പോൾ AI വന്നതിന് ശേഷം നമുക്ക് കുറെ കൂടെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് നമുക്ക് ലൈക്ക് ടൈം കുറെ കൂടെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സെനറിയോ വന്നിട്ടുണ്ട്. സോ അത് അതൊന്നും നമ്മളെ ലൈക്ക് ഈ കോഴ്സ് ടൈമിൽ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇല്ല. സോ അതെന്ന് പറയുന്നത് നിങ്ങൾ അഡീഷണലി ലേൺ ചെയ്യുന്നതാണ്. അങ്ങനെ ലേൺ ചെയ്യുമ്പോൾ യു സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ ക്രൗഡ്. സോ യു വിൽ ഗെറ്റ് മച്ച് മോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് മച്ച് മോർ ഓപ്ഷൻസ്. അതുപോലെ തന്നെയാണ് സസ്റ്റൈനബിലിറ്റിയും വർക്ക് ചെയ്യുന്നത്. സസ്റ്റൈനബിലിറ്റി ഇപ്പോൾ നമ്മൾ ആർക്കിടെക്ചറിന് ശേഷം ഇഫ് യു വോണ്ട് ടു ഗോ ഇൻ ദ സസ്റ്റൈനബിലിറ്റി ഫീൽഡ്, ഞാൻ ചെയ്തതെന്ന് പറയുന്നത് ഒരു ലൈക്ക് സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്. ലൈക്ക് പ്രൊഫഷണൽ ക്രെഡൻഷ്യൽസ് കിട്ടുന്ന എക്സാംസ് അത് ക്വാളിഫൈ ആവാം. അത് എന്താ US-ൻ്റെ ഉണ്ട്, UK-യുടെ ഉണ്ട് ആൻഡ് ഇന്ത്യയുടെ ഉണ്ട്. സോ അങ്ങനത്തെ എക്സാംസ് ക്വാളിഫൈ ആയിട്ട് അങ്ങനെ ക്വാളിഫൈ ആവുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഈ അനാലിസിസിന് പറ്റുന്ന വേറെ സോഫ്റ്റ്വെയർസ് ആൻഡ് ടൂൾസ് ആൻഡ് ആർക്കിടെക്ചർ സോഫ്റ്റ്വെയർസ് അല്ല. സോ അങ്ങനത്തെ സാധനങ്ങൾ പഠിക്കുക. അങ്ങനെയാകുമ്പോൾ യു സ്റ്റാൻഡ് ഔട്ട് ഇൻ ദ ക്രൗഡ് ആൻഡ് യു ഗെറ്റ് മച്ച് മോർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ബിക്കോസ് യു ഹാവ് സ്കിൽ സെറ്റ് that is different from others. So you will obviously get chosen. അപ്പോൾ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയർ അവിടെ അവൈലബിൾ ആയിരിക്കും. So it might be in a real world it might be impossible to plan all of this, but it is very important to at least have an idea of before architecture choose ചെയ്ത് if you are investing in നാട്ടിൽ നിങ്ങൾ പഠിക്കുന്നതാണെങ്കിൽ you are investing a whole 5 years of your life into a career. So it is very important to know what you plan to do afterwards. അപ്പം അതുകൊണ്ടാണ് നിങ്ങളുടെ സ്കിൽസ് സെറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ആർക്കിടെക്ചറിൽ മാത്രമല്ല ഏത് പ്രൊഫഷൻ ആയാലും. ലൈക്ക് നമ്മൾ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ട് ആ പ്രൊഫഷനിൽ അറൗണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ യു വിൽ ഒബ്വിയസ്ലി ഗെറ്റ് എക്സോസ്റ്റഡ്. ആ ഒരു വാട്ട് എവർ കരിയർ ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി കൺസ്യൂം യുവർ ലൈഫ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേറ്റ്സ്, നിങ്ങളുടെ സ്കിൽ സെറ്റ്, നിങ്ങളുടെ വാട്ട് കൈൻഡ് ഓഫ് ഇൻ്റലിജൻസ് ദാറ്റ് യു ഹാവ്,
അത് മനസ്സിലാക്കിയിട്ട് ഒരു ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബിൽഡ് എ കരിയർ അറൗണ്ട് യുവർ ലൈഫ് സ്റ്റൈൽ. ഇപ്പം ഞാൻ ഏത് ആർക്കിടെക്ചർ പ്രൊഫഷണലോട് ചോദിച്ചാലും അറിയാം, ലൈക്ക് നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാനൊക്കെ ഷീറ്റ്സിന്റെ ഒക്കെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് രാവിലെ എനിക്ക് ഒരു ഉറക്കം എന്നൊരു സംഭവം ഇസ് ഇമ്പോസിബിൾ. നമ്മളൊരു ഹാഫ് ആൻ അവർ ഉറക്കം കിട്ടിയായിട്ട് ഓ മൈ ഗോഡ് താങ്ക് ഗോഡ് എന്നുള്ളൊരു സാധനം ഉണ്ടാവും പഠിക്കുന്ന സമയത്ത്. നാട്ടിലായിരുന്നപ്പോൾ. പക്ഷെ പുറത്ത് ഞാൻ ഈ നാട്ടിൽ ഇത്രയും ഹെവി ഒരു ഹാർഡ് ട്രെയിനിങ് കഴിഞ്ഞ് പുറത്ത് പോയതുകൊണ്ട് ഇറ്റ് വാസ് വെരി കൺവീനിയൻറ്റ് ഫോർ മീ. പക്ഷെ പുറത്ത് ഇത്രയും കൺവീനിയൻ്റ് ആയിട്ടുള്ള സിസ്റ്റമായിട്ട് എനിക്ക് തോന്നാൻ കാരണം ബിക്കോസ് ഞാൻ ഈ ഹാർഡ് ട്രെയിനിങ് കഴിഞ്ഞ് പോയതുകൊണ്ടാണ്. പക്ഷെ അവിടുത്തെ സിസ്റ്റം, അവിടെയുള്ള കുട്ടികൾക്ക് ഇറ്റ് ഈസ് ഹാർഡ് ഫോർ ദം ആൻഡ് ദേ കംപ്ലെയിൻ ലൈക്ക് ഓക്കെ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള വർക്കാണ്. പക്ഷെ ഇറ്റ് വാസ് വെരി കൺവീനിയൻറ്റ് ആൻഡ് ഈസി ഫോർ മീ ബിക്കോസ് എനിക്ക് ഈ ഒരു ഹാർഡ് ട്രെയിനിങ് കിട്ടിയതുകൊണ്ടാണ്. സോ ദർ ആർ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പഠിക്കുമ്പോഴാണ് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ആർക്കിടെക്ചർ ക്യാൻ ബി വെരി ഡൈവേഴ്സിറ്റി. നമുക്ക് നമ്മുടെ ഒരു ഫുൾ ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വുഡ് റിക്വയർ സംടൈംസ് 24 hours ഓഫ് യുവർ ലൈഫ്. പക്ഷേ പഠിക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് ഫൈൻ, അല്ലെങ്കിൽ നമ്മൾ സിംഗിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഇസ് ഫൈൻ. ബട്ട് വെൻ യു പ്ലാൻ ടു ഹാവ് എ ഫാമിലി ഓർ വെൻ യു തിങ്ക് അബൌട്ട് ഫാർ-ഫെച്ച്ഡ് ഫ്യൂച്ചർ, ഇത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഫഷൻ ആണെന്നുള്ള ഒരു അവയർനെസ് ഉണ്ടാകും. സോ പിന്നെ ഒരു പോയിന്റിൽ യു ആർ എക്സ്പെക്റ്റഡ് ടു ജബിൾ യുവർ പേഴ്സണൽ ലൈഫ് ആൻഡ് യുവർ പ്രൊഫഷണൽ ലൈഫ്. സോ ഇറ്റ് ഈസ് നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഫഷനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് ബി ദാറ്റ് ഹാർഡ് ടു മാനേജ് ബോത്ത്. സോ എന്നിട്ട് ഞാനിപ്പം വർക്ക് ചെയ്യുമ്പോൾ ഐ മേക്ക് ഷുവർ ദാറ്റ് ഞാൻ 9 o'clock ക്ലോക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ ഐ ലിറ്ററലി ക്ലോക്ക് ഔട്ട് അറ്റ് 5:30. ആ ടൈമിൽ ഞാൻ ചെയ്യുന്ന വർക്ക് ഈസ് വെരി സിൻസിയർ. ആൻഡ് അതിന് ശേഷം ഐ ഡു മൈ ബെസ്റ്റ് നോട്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ദേ എക്സ്പെക്ട് യു ടു വർക്ക് ഫോർ 24 hours. So yes, it all comes down to how well you plan and how നിങ്ങളുടെ skill set and how you are to pursue study. And okay, this is like a winding down of what we have discussed. If you want to choose architecture, this is the roadmap that you have to follow. That you have to recognize whether you have the skill set architecture demands, and if you our analysis in Shesham, you are deciding that yes, I'm fit to become an architect. Like I am fit for this profession. Again, yes, obviously go for it. This is a very rewarding profession. I personally love my job. പിന്നെ ഇപ്പം if you want me to talk about salary expectations, നമ്മുടെ നാട്ടിൽ it is very bad. പക്ഷേ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് യു ട്രൈ ടു അപ്ഗ്രേഡ് യുവർ സെൽഫ്, കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൽ സെറ്റ് അഡീഷണൽ കാര്യങ്ങൾ പഠിച്ച് പോവുകയാണെങ്കിൽ യു ക്യാൻ സ്റ്റാൻഡ് ഔട്ട് ആൻഡ് യു ക്യാൻ എക്സ്പെക്ട് ഗുഡ് സാലറി ആൻഡ് എക്സ്പെക്ട് ഗുഡ് റെമ്യൂണറേഷൻ. ഞാനിപ്പം ഒരു അബ്രോഡ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത്. സോ ഐ ഗെറ്റ് പെയ്ഡ് വെരി ഡീസെൻറ്റ്. ഞാൻ ഇപ്പം എനിക്ക് പേഴ്സണലി ലൈക്ക് ഐ ഡോണ്ട് ഹാവ് മച്ച് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആൻഡ് ഒബ്വിയസ്ലി മൈ ഡിഗ്രി ഈസ് അഡ്വാൻറ്റേജസ് ആസ് വെൽ. പക്ഷേ ഇറ്റ് ഈസ് ലൈക്ക് ഞാൻ ഈ ഒരു ഇപ്പം ഇങ്ങനെ ഒരു എന്താ പറയുക ഡിഫറെൻറ്റ് പാത്ത് ചൂസ് ചെയ്ത് അതിൽ ക്വാളിഫൈ ആവാനായിട്ടുള്ള ആ ഒരു എഫേർട്ട് ഇട്ടതിൻ്റെ പേരിലാണ് അത് കിട്ടുന്നത്. ഈവൻ ദോ ഐ ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ്, നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുമ്പോൾ companies are willing to train you and invest in you. Yes, I'm moving on. And yes, you decide that you want to pursue this as your profession, and then നിങ്ങൾ ഏതാണ് നിങ്ങളുടെ എൻട്രൻസ് എക്സാം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചൂസ് ചെയ്യുക. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ് വിച്ച് വൺ യു വാണ്ട് ടു ഗോ ഫോർ എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ എൻട്രൻസ് എക്സാം എന്നുള്ളത് ചൂസ് ചെയ്യുക. നാറ്റ ഓർ JEE രണ്ടും എഴുതുന്നത് വളരെ അഡ്വാൻറ്റേജസ് ആയിരിക്കും to have more options. പിന്നെ നിങ്ങൾ നാട്ടിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു രജിസ്റ്റർ ഫോർ കീം ആൻഡ് ലുക്ക് ഔട്ട് ഫോർ കട്ട് ഓഫ്സ് ആസ് വെൽ. അതുപോലെ തന്നെ +2 ഡു റിയലി വെൽ ഓൺ യുവർ +2 എക്സാംസ് ബിക്കോസ് +2 മാർക്കിനും ഈക്വൽ വെയിറ്റേജ് ആണ് ഉള്ളത്. ആൻഡ് യെസ് അപ്ലൈ ടു ഡോണ്ട് മിസ് ദ ഡെഡ്ലൈൻ. ബിക്കോസ് എന്താ പറയുക നാറ്റ സ്കോഴ്സ് വെച്ചിട്ട് ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും ഓരോ യൂണിവേഴ്സിറ്റീസ് ഓരോ കോളേജസിനും അവരുടേതായ ഡെഡ്ലൈൻസ് ഉണ്ടാവും. നാട്ടിൽ കേരളത്തിലാവുമ്പോൾ കീം ത്രൂ വരുമ്പം ഒരു ഒറ്റ ഡെഡ്ലൈനിങ്ങിൽ ഒറ്റ സിസ്റ്റമാണ് ഉണ്ടാവുക. പക്ഷേ for the others, for the other universities and colleges throughout India, they would have like different requirements and different deadlines. So it is very important that you look out for them. Yes, and once you get into the college, get into your college, then ഞാൻ ഈ പറഞ്ഞതൊക്കെ it is my personal experience.
So your personal experience would be might be entirely different, but share. It is very important to know what this course has for you and what this has for your future. And you can, I mean, I personally believe, I don't know any of you, but I personally believe that if you plan well, you can do really well in this profession. Yes, പിന്നെ ഫ്യൂച്ചർ സ്കോപ്സ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോലെ തന്നെ സസ്റ്റൈനബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് റെസ്പോൺസീവ് ആയിട്ടുള്ള ഡിസൈനിങ്. ഇപ്പോൾ നമുക്ക് ഫ്ലഡ്സ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജസ് ഉണ്ടാവും അല്ലേ. സോ അങ്ങനത്തെ ക്രൈറ്റീരിയനൊക്കെ അതിന് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെട്ടെന്ന് റീബിൽഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ്, പിന്നെ ഈ ചൂടിൻ്റെ ഇഷ്യൂ, ഈ കാർബൺ എമിഷൻസിൻ്റെ ഇഷ്യൂ. സോ അതിനൊക്കെ അറൗണ്ട് ബിൽഡ് സ്ട്രക്ചറിന് ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഒരു എന്താ പറയുക 90% ഓഫ് അവർ ലൈഫ് ഇസ് നമ്മളൊരു ഏതെങ്കിലും ഒരു ബിൽഡ് സ്ട്രക്ചറിനകത്തായിരിക്കും സ്പെൻഡ് ചെയ്യുക. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ലോട്ട് ഓഫ് പീപ്പിൾ ആക്ച്വലി തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഗീവ് ദാറ്റ് മച്ച് അറ്റൻഷൻ ദിസ് പ്രൊഫഷൻ റിയലി നീഡ്സ്. ഇപ്പം നമ്മൾ ഒരു ബാഡ്ലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു വീട്ടിൽ താമസിച്ചാൽ ഇറ്റ് ക്യാൻ ഈവൻ കിൽ യു. ബട്ട് ഇപ്പൊ നമ്മള് എന്താ പറയാ നാട്ടില് മോസ്റ്റ്ലി ആൾക്കാർക്കാണെങ്കിലും വാട്ട് ഈസ് ആർക്കിടെക്ചർ എന്നുള്ളൊരു ഐഡിയ പോലും ഇല്ല. എൻ്റെ അടുത്ത് വരുന്ന ഒരു എന്താ പറയാ കോമൺ മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ they don't even know like we are called as architects. Most people refer to us as architecture. Oh, നിങ്ങൾ architecture ആണല്ലേ എന്ന് ചോദിക്കുന്നതാണ് the most common error that they make. But yes, it is very important to know the importance and the value this profession holds once you go for it. Yes, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ AI ഇപ്പോൾ എംബഡഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷണൽ ഡിസൈൻസ് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ആ ഒരു മേഖലയിലേക്ക് പോവാം. അതായത് ഇതിൽ ടൈം നമ്മളൊരു ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം അത് ഒരുപാട് ലെങ്തി ആയി പോകാറുണ്ടല്ലേ നോർമലി. പക്ഷെ ഇപ്പോഴത്തെ ഒരു സെനറിയിൽ വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ഫോർ ദാറ്റ്. കുറച്ചുകൂടെ പ്രീകാസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഫാക്ടറി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കമ്പോണൻസ് ചെയ്യുക, എന്നിട്ട് അത് വന്ന് എംബഡ് ചെയ്യുക. സോ അതെന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് ഒരു മേഖലയാണ് ഇപ്പോൾ ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ആഫ്റ്റർ നിങ്ങൾ ആർക്കിടെക്ചർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ദിസ് വിൽ ബി എ വെരി ഗുഡ് ഫ്യൂച്ചർ പോസിബിലിറ്റി ആസ് വെൽ. So I think I have mentioned most. ഒരു ഇതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് what I have said. So yeah, if you have any questions for me that you want. So yeah, that's about me. ഹലോ മാം, കേൾക്കാവോ? ഹലോ, യെസ് പറഞ്ഞോളൂ. ഈ അബ്രോഡിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഇത് BR ഒക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ അതിനായിട്ട് വേറെ എക്സാം ഉണ്ടോ? അതെങ്ങനെയാണ്? യെസ്, ഞാൻ അബ്രോഡ് പോയത് ഞാൻ SAT എന്നുള്ള എക്സാമാണ് എഴുതിയത്. അത് UK മാത്രമല്ല, അത് മാൻഡേറ്ററി ആയിട്ടുള്ള എക്സാം അല്ലത്. അതൊരു സ്കോളർഷിപ്പ് എക്സാമാണ്. അതൊരു 1600 ഔട്ട് ഓഫ് US നടത്തുന്ന ഒരു എക്സാമാണ്. 1600 1400 ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ ഫുൾ ടൈം സ്കോളർഷിപ്പ്. എനിക്ക് ഒരു 1200 ആയിരുന്നു റേഞ്ച് ഉണ്ടായിരുന്നു. സോ ഐ ഗോട്ട് ലൈക്ക് പാർഷ്യൽ കുറച്ച് എമൗണ്ട് എത്തി. സോ അത് ഓപ്ഷണൽ ആണ്, അത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ളത് ഇസ് IELTS ആൻഡ് UK പ്രത്യേകിച്ച് UK യൂറോപ്പിലാണെങ്കിലും IELTS ആണ് മാൻഡേറ്ററി. പിന്നെ they expect you to have a portfolio, ഒരു ആർക്കിടെക്ചർ ഡിസൈൻ പോർട്ട്ഫോളിയോ വേണം. ആൻഡ് നിങ്ങൾക്ക് +2 നല്ല മാർക്സ് ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക 70 to 80% മാർക്സ് അല്ലെങ്കിൽ 80 above ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി അഡ്വാൻറ്റേജസ്. അല്ലാണ്ട് മാൻഡേറ്ററി ആയിട്ട് വരെ എക്സാംസ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി ത്രൂ ആണ് ഇൻഡിവിജ്വലി അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഞാൻ അങ്ങനെയാണ് പേഴ്സണലി ചെയ്തത്. ഞാൻ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഡൗൺ ചെയ്തു, എന്നിട്ട് ഞാൻ അവർക്ക് ഇൻഡിവിജ്വലി ആപ്ലിക്കേഷൻസ് വെക്കുമായിരുന്നു ചെയ്തത്. പിന്നെ നിങ്ങൾ SATs എഴുതുവാണെങ്കിൽ SATs ത്രൂ മറ്റേ ഇപ്പോൾ പറഞ്ഞ പോലെ ടീമിന് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുന്ന പോലെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് SATs. ഞാൻ എന്താ പറയുക
പേഴ്സണൽ ഇൻഡിവിജ്വലി അപ്ലൈ അങ്ങനെ പോകുമായിരുന്നു. പിന്നെ ഇറ്റലിയിൽ ഇറ്റലിയിൽ ഒരുപാട് എന്താ പറയുക പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആർട്ടിക് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് ഉണ്ട്. അവിടെ ഇറ്റലിക്ക് മാത്രം ഒരു നമുക്കിപ്പം നാറ്റൊക്കെ പോലെ ടോൾക്കൈ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ട്. അത് അതിന് ആർട്ടിക്സിന് വേറെ പേപ്പർ ഉണ്ട്. ഇതുപോലെ മാത്സും ഇതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ഫിസിക്സ് ഒക്കെ വരുന്ന ഒരു പേപ്പർ ഉണ്ട്. അത് ക്വാളിഫൈ ആയാലും നിങ്ങൾക്ക് ഇറ്റലിയിൽ ഇത് കോഴ്സ് ചെയ്യാൻ പറ്റും. ഇറ്റലി വളരെ ഒരു റീസണബിൾ എമൗണ്ടിൽ ചീപ്പായിട്ട് ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ട് യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ യൂറോപ്പിൽ വേറെ യൂണിവേഴ്സിറ്റീസ് നോട്ട് ദാറ്റ് ഐ എം അവെയർ ഓഫ്. ഇറ്റലിയിലാണ് പഠിക്കുന്നത്. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചത് ഇറ്റലിയിലായിരുന്നു. പിന്നെ എനിക്ക് വർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്തിട്ട് പോകാമെന്നുള്ളൊരു ഐഡിയയിലോട്ട് ആവുമായിരുന്നു. സോ യെസ്. പിന്നെ ഇപ്പം അല്ലാണ്ട് ജനറലി IITS ആണ്. IITS അക്കാഡമിക്സ് ആണ് നിങ്ങൾ എക്സാം. പിന്നെ ഒരു ആർക്കിടെക്ചർ പോർട്ട്ഫോളിയോ കൂടെ ചെയ്യണമായിരിക്കും. സോ ഐ ക്യാൻ ഷോ യു. എനിക്ക് ഞാൻ ചെയ്ത ഇന്റർവ്യൂസിൽ കിട്ടാൻ ഹെൽപ്പ് ചെയ്ത എൻ്റെ ആർക്കിടെക്ചർ പോർട്ട്ഫോളിയോ ഞാൻ കാണും. ഇതാണ് എൻ്റെ ആർക്കിടെക്ചർ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ലൈക്ക് ഒരു മിക്സ് ഓഫ് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ വാട്ട് യു എന്താ നമ്മുടെ ഒരു സ്കിൽ സെറ്റ് കാണിക്കാം. നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ കുറച്ച് എന്താ പറയാ ഇതുപോലെ കുറച്ചൊരു നമ്മുടെ ഹാൻഡിനെസ് കാണിക്കാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ, പിന്നെ അതിൻ്റെ അടുത്തേക്ക് ഉള്ള പ്രോസസ്, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളായിരുന്നു ഞാൻ അതിനൊക്കെ ചെയ്തിരുന്നത്. സ്കെച്ചസ്, പോംസ്, പിന്നെ ഫോട്ടോഗ്രാഫി ഒക്കെ അതിനകത്ത് തന്നെ വരുന്നതാണ്. ഇതായിരുന്നു എൻ്റെ പോർട്ട്ഫോളിയോ. ഇതുപോലെ ഒരു ആർക്കിടെക്ചർ പോർട്ട്ഫോളിയോ ആൻഡ് IITS ഉണ്ടെങ്കിൽ യു ക്യാൻ അപ്ലൈ ഇൻഡിവിജ്വലി. പിന്നെ ഡിപ്പെൻസ് ഓൺ യൂണിവേഴ്സിറ്റി. അപ്പം അവർക്ക് അവരുടേതായ എക്സാംസ് ഉണ്ടാവും. അത് ലിറ്റിൽ ഡിപ്പെൻസ് ഓൺ യൂണിവേഴ്സിറ്റി. അല്ലാണ്ട് മോസ്റ്റ് കോമൺലി ഇത്രേ ഉള്ളൂ റിക്വയർമെന്റ്. താങ്ക് യു മാം. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. Any other question? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യായിരുന്നു. മാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? ഹലോ മാം, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓഡിബിൾ അല്ലേ? ഓഡിപ്പോ ഇപ്പൊ ക്ലിയർ ആയി. നേരത്തെ കുറച്ച് മഫിൾഡ് ആയിട്ടാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അത്യാവശ്യം Yes. ടൈമും ഡൗട്ടില്ലല്ലോ. എന്തെങ്കിലും ഹോൾഡ് ചെയ്യണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോ മാമിന്റെ സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മാമിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി മാം ഇതിന്റെ കൂട്ടത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ മാം പുറത്ത് പോയി പഠിക്കാൻ പറ്റിയ അഡ്രസ്സുകളും കാര്യങ്ങളും കൂടി ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സാമിനെ കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഈ സെഷൻ എടുത്ത മാമിന് എൻ്റെ പേരിലും സിജിയുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കണം. അതുപോലെ മറ്റ് പാർട്ടിസിപ്പൻസിനും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. Thank you so much.